കണ്ണൂർ പോയപ്പോൾ സുരേഷ് ഗോപി സാറിനെ കണ്ടതാണ് കേട്ടോ. അന്ന് കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. പിന്നെ ഇടാൻ മറന്നുപോയി ഈ ക്ലിപ്പ്. ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ കണ്ണൂർ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ ആളതിന് പോകണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. നിറയെ ആൾക്കാരും പോലീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതങ്ങനെ വിട്ടു. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഈ സാജിദയെ പിടിവിടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ സാജിദയുടെ പിടിവിട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത ദിവസം ഞാനൊരു സാജിദ തന്നെ ചെയ്ത ഒരു വ്ളോഗ് ആ സാജിദയ്ക്ക് വിനയായിക്കൊണ്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വ്ളോഗുമായി വരേണ്ടി വന്നത്. എന്താ സാജിദ പറയുന്നത്? സാജിദയ്ക്ക് ഇപ്പോൾ തോന്നി സാജിദ പറഞ്ഞതും പ്രവർത്തിച്ചതും മുഴുവനും ഉഡായിപ്പാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്തത്, ഇതര മതവിഭാഗങ്ങൾ പോലും ഒരിക്കലും പറഞ്ഞുകൂടാത്തത്, ഒരു കുടുംബ സദസ്സിന് പറ്റാത്തത്, ഒരു വ്യവസ്ഥിതിക്ക് വിരുദ്ധമായത്. ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ മക്കളെ വളർത്തുന്നുണ്ട് അല്ലേ? നമ്മൾക്കൊക്കെ ഉമ്മ ഉപ്പ എന്ന സങ്കല്പമുണ്ട് ലോകത്ത്. അച്ഛൻ അമ്മ എന്ന സങ്കല്പമുണ്ട്. സഹോദരി സഹോദരൻ എന്ന സങ്കല്പമുണ്ട്. ഈ സങ്കല്പത്തെ മുഴുവനും തച്ചുടച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സാജിദ പല വൃത്തികേടുകളും പറഞ്ഞു അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോ വ്യക്തികളെയും ഞാൻ ഇപ്പോൾ എന്താ പറയുക, 2-3 കാമുകന്മാരെ ഷറഫലിയെ വിട്ടു, റൌഫിനെ വിട്ടു. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പിന്നാലെയാണ് നടക്കുന്നത്. അതാണ് ഇപ്പോൾ. എന്താ സുരേഷ് ഗോപിനെ തനിക്ക് സ്വാധീനിക്കാൻ പറ്റുമോ? ഒരു നിലക്കും സുരേഷ് ഗോപിനെ സ്വാധീനിച്ച് പോക്കറ്റിലാക്കാൻ കഴിയില്ല. പക്ഷേ സുരേഷ് ഗോപി എന്ത് ചെയ്യും? ഈ സുൽഫത്തിനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മുസ്ലിം സ്ത്രീകളാണ്. ആ സ്ത്രീകളെ പിഴപ്പിച്ചു കളയാമെന്ന് ഈ BJP RSSകാർക്ക് നിർദ്ദേശം തന്നെ കൊടുത്തിട്ടുണ്ട്. അവരാവട്ടെ സ്വന്തം ചെന്ന് വലയിലാണ്ട് വീണു കൊടുക്കുക. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഈ സുരേഷ് ഗോപി ചേട്ടനെ ഒന്ന് കണ്ടുമുട്ടി ഒന്ന് വാരി പുണർന്ന് അല്ലെങ്കിൽ ഈ സുൽഫത്തിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുമോ എന്ന് യഥാർത്ഥത്തിൽ ഈ വിഡ്ഢിയായ ഈ സാജിദ ശ്രമിക്കുകയാണ്. ആലോചിച്ച് നോക്കി. യഥാർത്ഥത്തിൽ അതിനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഇല്ല. മാത്രമല്ല മുസ്ലിമീങ്ങളെ മുഴുവനും ഈ സ്ത്രീ വെറുപ്പിച്ചിരിക്കുന്നു. ആ വെറുപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഭൂരിപക്ഷ സമൂഹമായ ഹിന്ദുക്കളെ ഒന്ന് പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകാം. ഈ ജസ്ന ഒക്കെ ചെയ്തതുപോലെ തന്നെ ജസ്നയ്ക്ക് ഇപ്പോൾ ഇവിടെയും സ്ഥാനമില്ല. ഒക്കെ വെറും നിലനിൽപ്പ്. പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നാണല്ലോ സാജിദ പറഞ്ഞിരുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇങ്ങനെയൊക്കെ തരംതാവാമോ ഒരു വ്യക്തി? ലോകത്ത് പണത്തിന് വേണ്ടി ഇത്രയേറെ തഴന്താവുന്ന ഒരു ആണായാലും പെണ്ണായാലും പിന്നെ അവർക്ക് എന്ത് കുടുംബജീവിതം, പിന്നെ അവർക്ക് എന്ത് ഭർത്താവ്, എന്ത് കൺസെപ്റ്റാണുള്ളത്? എൻ്റെ മക്കളെ വലുതായി വന്നാൽ അവർ കെട്ടിക്കൊണ്ടുവരുന്നത് ആരെ കൊണ്ടുവന്നാലും, വിധവയെ കൊണ്ടുവന്നാലും ചാടിച്ചു കൊണ്ടുവന്നാലും ഞാനത് സ്വീകരിക്കും. എനിക്ക് പ്രശ്നമല്ല. നിക്കാഹ് ചെയ്യണമെന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. നിക്കാഹ് ഇല്ലാതെ എത്രയോ കഴിയുന്നുണ്ടല്ലോ. ലിവിൻ ടുഗദർ നമ്മെ സംബന്ധിച്ചിടത്തോളം അന്തസ്സിൻ്റെ ഭാഗമല്ലേ? എന്നിട്ടോ 2 കുട്ടികളെ യതീംഖാനയിൽ കൊടുത്തിട്ട് അത് നോക്കണം, അത് ഉപയോഗിക്കുകയും ചെയ്യുക. ഇവിടെയാണെങ്കിലോ സഹായിക്കാൻ പറയുക. മാത്രമല്ല മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അസ്സലാമു അലൈക്കും ഈ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ എല്ലാവിധ ഉഡായിപ്പുകളുമായിട്ട് ഈ സ്ത്രീ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി. അത് എവിടെയാണ് എത്തുന്നത്? ഈ തിരക്കുള്ള സുരേഷ് ഗോപിയെ കാണാൻ ട്രെയിൻ ഇറങ്ങി വരുന്നതും കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്ന് എന്തൊക്കെയോ ചില വർത്തമാനങ്ങൾ പറയുന്നതിന് ആണ് ഞാനിത് ആദ്യം വെച്ചത്. ആലോചിച്ചു. ഇത്രയേറെ ദുരൂഹമായി റീച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഈ സ്ത്രീയുടെ എല്ലാവിധ വഞ്ചനകളും തരികിടകളും മനസ്സിലായപ്പോൾ റീച്ച് കുറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഭൂരിപക്ഷത്തെ ഒന്ന് പ്രീണിപ്പിച്ച് സുരേഷ് ഗോപിയെ അഥവാ BJPയെ പ്രീണിപ്പിച്ചാൽ തനിക്കിപ്പോൾ ജാമ്യതയ്ക്ക് എന്താ അറിയിച്ചുള്ളത്? ഒന്നുമില്ല. 200-300 വ്യൂസ് മാത്രമാണ്. ഇത് മനുഷ്യൻ കൊടുക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇവൾ വിചാരിക്കുന്നത് പോലെ ഇവളുടെ കാണികൾ അത്ര വിഡ്ഢികളൊന്നുമല്ല, പ്രേക്ഷകർ അത്ര വിഡ്ഢികളൊന്നുമല്ല. അവർ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവന്നുകൂടാ എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് റെക്കമെൻഡേഷൻ ചെയ്യൂ യൂട്യൂബ്. ഇതൊരിക്കലും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് യൂട്യൂബിന് മനസ്സിലാകുമ്പോൾ അത് താഴ്ത്തി കളയും. പിന്നീട് അവർക്ക് ഈ ഉഡായിപ്പ് അവിടെ ഇതാവും എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും എന്ത് തോന്നിവാസവും ഈ യൂട്യൂബിൽ വന്ന് പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ജനാഭിപ്രായം മുഴുവനും എതിരാകുമ്പോൾ അത്തരത്തിലുള്ള വീക്കോ ബൈജുവിൻ്റെതായാലും അതോടൊപ്പം തന്നെ ഉഡായിപ്പ് ജാമ്യതയുടേതായാലും അതോടൊപ്പം തന്നെ ഈ ഉഡായിപ്പ് നടത്തുന്ന ഒട്ടനേകം ആളുകളുടേതും എന്താക്കി റീച്ച് ഡൗണായി. അതിൻ്റെ ഒരു കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന സാജിദയുടെ ബ്ലോഗും വന്ന് പെട്ടിട്ടുള്ളത്.
അതുകൊണ്ട് ഇപ്പം നല്ലത് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിച്ച് അതിൻ്റെ പ്രതിനിധിയായ സുരേഷ് ഗോപിയെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലാണ് ഏറ്റവും മെച്ചമെന്ന് ഈ വിഡ്ഢിയായ സ്ത്രീക്ക് ബോധ്യമായതുകൊണ്ടാണ് എല്ലാ തിരക്കുകളും ഈ 5 കുട്ടികളുടെയൊക്കെ പരിചരണം ഉണ്ടായിരിക്കുക വീട്ടിൽ അവൾ പുറപ്പെട്ടിരിക്കുന്നു. സുരേഷ് ഗോപിയെ ഒന്ന് കാണാനും ഒന്ന് സ്വീകരിക്കാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ. ഈ സ്ത്രീ എന്താ വിചാരിച്ചിട്ടുള്ളത്? ആ സ്ത്രീയുടെ നാശകാലമെന്നേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.